മോർണിംഗ് വാക്ക്. ഉച്ചയാവാറായി. ചോറോ എന്തിനാ? കോറോ കോസുക്കി കോസുക്കി കോഴു. ഓ ഓ എന്നെ ചുറ്റി എന്നെ ചുറ്റി എന്നെ ചുറ്റി. ഞാൻ ഇപ്പൊ വീഴും. പോയിട്ട് വാ. നല്ല പൂവല്ലേ ഇത്? അല്ലേ? നല്ല രസമുണ്ടല്ലേ പൂവാണ്. വാഷുണ്ട് ഫ്ലവർ. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള വീടാണ്, നൈബറാണ്. അപ്പോൾ അവരുടെ പ്രോഡക്ട്സിലാണ് ഇതൊക്കെ. ഏതാ ഏത് കോഴോ? ഇത് പിങ്ക് കളറല്ല ആ പൂവ്. ഇത് റെഡ്. ഇവിടെ റെഡ് ഉണ്ട്, റെഡ് കളറിലുണ്ട് ആ പൂ. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ റെഡ് കളറുണ്ട്. റെഡ് പണ്ട് ഞങ്ങൾ കളിക്കാറുണ്ട് പൂച്ചയുടെ വാലാന്ന് പറഞ്ഞിട്ട്. പൂച്ചവാല് പണ്ട് പൂച്ചവാല് എന്ന് പറയുന്ന എടാ കോറു കോറു നോ കോറു വാ കോറു. നമ്മുടെ അടുത്ത ചെടി മൂസാണ്ട. ഇതിൽ വൈറ്റ് കളറുണ്ട്. അത് അച്ഛന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. വൈറ്റ്. പിന്നെ അതേ ഇവിടെ ഒരു ചെടിയുണ്ട്, വൈറ്റ് ഫ്ലവർ. ഇവിടെയൊക്കെ നിറയെ പാമ്പ്. അപ്പുറത്ത് ആൻറ്റി പറഞ്ഞു ചെറിയ ഫോറസ്റ്റ്. നമ്മളോട് ചെറിയ ഫോറസ്റ്റ് ഉണ്ട്, നിറയെ പാമ്പുണ്ടെന്ന് പറഞ്ഞു. നല്ല നല്ല പാമ്പുകളാണ്. നോക്കിയതാകെ ഒരു ദിവസം ഇവിടെ ഈ മറ്റേ തവള പിടിച്ചു. ചേര മാത്രല്ല മൂർക്കനുണ്ട് ഇവിടെ. പറമ്പൊക്കെ ഉണ്ട്. ഈ പറമ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീട് ശരിക്കും കാണാൻ പറ്റുമോ? ശരിക്കും വീട് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ അല്ലേ? അതാ അല്ല, അതിൻ്റെ അടേക്കോടെ ക്ലിയർ അല്ല അവിടെ.
ഇത് കണ്ടില്ലേ ഈ പറമ്പ് നിറയെ. എവിടെ? അതുണ്ട്, അത് ആ പറമ്പിൽ ജാതിക്കുണ്ട്. പക്ഷെ അതെല്ലാം നോക്കാണ്ടൊക്കെ ഉണ്ട്, വെട്ടാണ്ടൊക്കെ. അതാണ് ഈ പാമ്പും ഒക്കെ വരുന്നത്. കോറു പോവാ, കോറു പോവാ. അന്നെ കൂട്ടി പോകാൻ അവിടെ ഒരു മരം ചെരിഞ്ഞ് ഇവിടുന്ന് ഏത് മിക്കി? എനിക്കടാ, എനിക്ക് രാവിലെ ഉച്ചയായി കിടക്ക, പാല് കുടിച്ചങ്ങോട്ട് വന്നു അങ്ങോട്ട് ഒറ്റ കിടക്കുന്നു. മുകളിൽ നിന്ന് വന്നാൽ സോഫയിൽ അല്ലേ? എനിക്ക് പുറത്തൊക്കെ കിടന്ന് നടക്ക്. ഇതാ ചേട്ടനൊക്കെ പുറത്തതേ നായയെ കൊണ്ടുവന്നു, കോറൂനെ കൊണ്ടുവന്നു. അമ്മ മീന് തീറ്റ കൊടുത്തല്ലോ. മീന അമ്മയാന്ന് കൊടുത്തേ. എനിക്ക് നമ്മുടെ ഫൈറ്റർ ഫിഷ് എന്ത് പറയണു? ഫൈറ്റർ ഫൈറ്റർ ഒരു സൈഡിലിരിക്കുക ആള്. ഫൈറ്റർ ആ നോക്കണ്ട് ഫൈറ്റർ സുഖാണോ ഫൈറ്റർ? ആ ദേ വന്നു. എനിക്ക് വന്നു. പോയി പുറത്തേക്ക്. പല്ല് വരെ തേച്ചിട്ടില്ല. പോ ബ്രഷ് ചെയ്. എനിക്ക് ബ്രഷ് ചെയ്. ഞങ്ങളുടെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട ചപ്പാത്തിയുടെ മാവ്. ആലു പൊറാട്ടയ്ക്കുള്ള മസാല റെഡി, അതുപോലെ തന്നെ മാവും ഇവിടെ റെഡിയാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഫേവറേറ്റ് അല്ലേ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി ആലു പൊറോട്ട. പൊട്ടത് ഭയങ്കര ഇഷ്ടം. വേറെ ഒന്നും വേണ്ട ഇതിന്. ഇത് തന്നെ മസാലയുണ്ട്. പിന്നെ നമുക്ക് തൈര്, പിന്നെ കട്ട തൈര് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ. ഇതാണ് പിക്കിള് കൂട്ടി കഴിക്കാൻ. അപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ മാവിടെ റെഡി, പിന്നെ മസാലയും കൂടെ റെഡി. ആലു പറാത്തയുടെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ കാണുക എല്ലാവരും. നല്ല ടേസ്റ്റി. പക്ഷെ അച്ഛൻ സമ്മതിക്കോ അറിയില്ലേ? അമ്മ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണു. ചെറിയ ടൈപ്പോ ചെറിയ ടൈപ്പാട്ടോ. പൊറോട്ട ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. സക്സസ് ഒന്നുമില്ല. പൊടി കുറച്ചെടുത്തിടാം, എന്നിട്ട് മറിച്ചിടാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് റെസിപ്പി, ചുമ്മാ പിള്ളേർ പിടിക്കണതാണ്. പൊടി ധാരാളം ഇട്ടോളൂ, കുഴപ്പമില്ല. പൊടി ധാരാളം ഇട്ടോ. ഇനി ഇതെടുത്തിട്ട് പാനിലേക്ക് ഇടണം. ഇപ്പോ ചപ്പാത്തി പാനിലിട്ട് അതിന്റെ മുകളിൽ ഓയിലിട്ടു, ഓയിലൊഴിച്ചു, റെസിപ്പി കാലത്ത് ആലു പൊറോട്ട.
അമ്മ അങ്ങക്ക് ആലുടെ മസാല ആലു മസാല എനിക്ക് എന്ത് രസം, അടിപൊളി. പൊട്ടാറ്റോടെ അത് കൂടുതലുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ആലു പൊറോട്ട. ടേക്ക് 1 പ്ലേറ്റ്. One plate. നന്നാവട്ടെ. ഇപ്പൊ കറക്റ്റ്. നല്ല രസമില്ല. Now the aloo paratha ready. കഴിക്കട്ടെ. മസാല ഇട്. മസാലയല്ല, തൈര് കൂട്ടിട്ട് കഴിക്കാം. ഇവിടെ സനാതന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. സൺഡേ ഇവിടെ സനാതന ക്ലാസ് ഉണ്ട്. അപ്പൊ അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴംപൊരി ഇത് നല്ല കളറുണ്ട്, ഭയങ്കര ബ്രൗൺ കളറായി. ഫ്രൈ ചെയ്തെടുത്തോ? അത് മറ്റേ കളർ നല്ല ചൂടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയുണ്ടാക്കിയാ തോന്നുന്നു അല്ലേ? റെഡി ഗായ്സ്. ഇത് പഴംപൊരിയാണ് കേട്ടോ. എല്ലാവരും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പഴംപൊരി. എന്റെ കളർ ഇതാണ്, നന്നായിട്ട് ബ്രൗൺ ആയിട്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വെച്ചതാണ്. ഞങ്ങൾ എന്ത് കുട്ടി കഴിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. ഇപ്പൊ കാണിച്ചു തരും. അതും 1 മിനിറ്റ്. ഇതെങ്ങനെയാണ്? അപ്പോ പഴംപൊരിയും ബീഫും ഒന്ന് നോക്കാനാണ് ഇത് വാങ്ങിച്ചുകൊണ്ട്. ഞാൻ ബീഫ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് ഡ്രൈ ആയി മാത്രം. കുറച്ച് ബീഫും, ശരിക്കും ബീഫ് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. ഇതിപ്പോൾ ഡ്രൈ ആണ്. പെട്ടെന്ന് തോന്നിയൊരു ഇത് പഴംപൊരി കേട്ടോ. കണ്ടിട്ട് എൻ്റെ കളർ കണ്ടിട്ട് തോന്നിട്ട് കടയിൽ നിന്ന് വെച്ചതാ. അപ്പോൾ നമുക്ക് ഈ പഴംപൊരിയും പഴംപൊരി ഇതിൽ നിന്നൊരു ബീഫിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതെങ്ങനെയുണ്ട്. സൂപ്പറാടാ, അടിപൊളി അടിപൊളി. ടേസ്റ്റ് ഉണ്ട്, മധുരവും ആ എരിവും. റിയലി ഗുഡ്. തരാം. സൂപ്പർ. ഇനി അടുത്ത ആൾക്ക് കൊടുക്കണ്ട. ഇങ്ങനെ എടുക്ക. 1 മിനിറ്റ് കാണിച്ചു. ബീഫും പഴംപൊരി സൂപ്പർ ടേസ്റ്റി, യമ്മിയാണ്. അടിപൊളി. സോ ഗായ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പഴംപൊരിയും. ശങ്കരന് ഇതാ ടേസ്റ്റ് ഉണ്ടാ പഴംപൊരി. യാ സൂപ്പർ.